ഗൈസ്, നമുക്കെല്ലാവർക്കും ഓരോ ഫേവറേറ്റ് സബ്ജക്ട്സ് ഉണ്ടാവും അല്ലേ? ചിലർക്ക് ചിലതിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലതിനോട് തീരെ ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് എല്ലാം ഒരു ആവറേജിൽ അങ്ങനെ ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷെ നമ്മളൊരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 6 പേർക്കും മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനോട് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ? ശരിയല്ലേ? നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലർക്കും മാത്സ് എന്ന് പറയുമ്പോൾ ഇച്ചിരി പ്രശ്നമാണ് അല്ലേ? അത് മാത്രമല്ല, നിങ്ങൾ ട്രോളിലൊക്കെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാത്സ് ടീച്ചറൊക്കെയാണ്. അതിലെനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് ഈ മാത്സ് പഠിക്കാൻ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണണം. നിങ്ങളിപ്പോൾ മാത്സ് പഠിക്കുന്നതിൻ്റെ ഇരട്ടി സ്പീഡിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്സ് തീർച്ചയായും പഠിക്കാൻ പറ്റും. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, ട്രൈ അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1ൻ്റെ കൂടെ 1 കൂട്ടിയാലാണ് 2 എന്ന് പറയുന്നതാണ് 1 + 1 = 2 എന്ന് നമ്മൾ മാത്തമെറ്റിക്കലി എഴുതുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇതേപോലെ അല്ലെങ്കിൽ ഇത്ര ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ഏകദേശം ഇത്രയൊക്കെ ക്ലിയർ ആയിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ മാത്സ് ഒരു പ്രശ്നമല്ല. അപ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എന്താ പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയില്ലാതെ വരുന്നതാണ് അല്ലേ? ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാവരും ഒരു ക്ലാസ്സിലിരിക്കുന്ന എല്ലാ മക്കൾക്കും ഒരുപോലെ ഒരു മിസ്സ് പറയുന്നത് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് നിങ്ങളുടെ ലോകം ഇരിക്കുന്നത് അല്ലേ? നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു ഗൂഗിളിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പല പല വേർഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കി തരാവുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ശ്രമിക്കണം. ഓക്കെ, ഇതെനിക്ക് മനസ്സിലായില്ല എന്ന് ഓർത്ത് വിട്ട് കളയുകയോ അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യാതെ, അതേപോലെ കാണാപ്പാടം പഠിച്ച ഇങ്ങനെ എഴുതി പോവാതെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് മക്കളെ. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു പകുതി പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മാത്സിൽ കൺസെപ്റ്റുകൾ തറവാക്കി മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജിൽ അതൊരു ഇച്ചിരി പ്രയാസമായിരിക്കും, എന്നാലും അത് ഏറ്റവും കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് തന്നിരിക്കും. ഇനി എന്താണ് ഡിവൈഡ് ആൻഡ് ലേൺ? നിങ്ങൾ ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു പരീക്ഷയുടെ തലേന്ന് നിങ്ങളെല്ലാം കൂടി ഇരുന്ന് പഠിക്കാതിരിക്കുക. നമുക്കൊരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിനൊരു 3 ഭാഗിച്ച് നമ്മൾ ആ 3 ഭാഗങ്ങളായിട്ട് പഠിക്കുക. 1/3 റൂൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ ഓരോ സെക്ഷനിലുള്ള എക്സസൈസ്, ഇപ്പോൾ ഞാൻ ഇന്നൊരു എക്സസൈസ് പഠിച്ചു, അന്ന് തന്നെ 2ാമത്തെ എക്സസൈസും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞു പോകും. അപ്പോൾ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ സമയം എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ ടഫ് ആണെങ്കിൽ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതിനെ വിഭജിച്ച് കഷ്ണങ്ങളാക്കി മെല്ലെ പഠിച്ച് റിവൈസ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി പ്രാക്ടീസ് ബൈ റൈറ്റിംഗ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ. നമുക്കിപ്പോൾ വീഡിയോ ക്ലാസ്സിലാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ലൈവ് കാണുന്നതും വീഡിയോ ആയിട്ടായിരിക്കും, നിങ്ങൾ ഡൗട്ട് നോക്കാൻ കയറുന്നതും വീഡിയോ ആയിട്ടായിരിക്കും. വീഡിയോ കാണുന്ന സമയത്ത് ഇതൊക്കെ എനിക്ക് സെറ്റായി, എനിക്ക് എല്ലാം അറിയാമെന്ന് തോന്നും. പക്ഷേ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ സ്റ്റക്കായി പോകും. മാത്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നിങ്ങൾ എഴുതി ക്ലിയർ ആക്കി തന്നെ പഠിക്കണം. പ്രാക്ടീസ് ബൈ റൈറ്റിംഗ്. ഓക്കെ, ഇനി ലേൺ ഫ്രം എ ടീച്ചർ. ഇതിൽ പല ആസ്പെക്റ്റിൽ നമുക്ക് ഈ സെൻറ്റൻസിനെ പറയാം. അതായത് നമ്മൾ എവിടെ നിന്ന് പഠിക്കുകയാണെങ്കിലും അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ യൂട്യൂബ് ഇസ് എ ടീച്ചർ അല്ലേ? അപ്പോൾ നമ്മൾ മാത്സ് പഠിക്കുമ്പം നമ്മളൊരു പാറ്റേൺ ഫോളോ ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പം പല ടീച്ചേഴ്സും നിങ്ങൾക്ക് കൺസെപ്റ്റ് പറഞ്ഞു തരുന്നത് പല പല രീതിയിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏത് ടീച്ചറിനാണ് പറയുന്നതാണോ മനസ്സിലാവുന്നത്, നിങ്ങൾ ആ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. ഒരു കൺസെപ്റ്റ് ഒരു ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ച് വേറെ കൺസെപ്റ്റ് വേറെ പഠിക്കുമ്പം ചിലപ്പോൾ രണ്ടുപേരുടെയും മെത്തേഡ് വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ കിളിപോയ അവസ്ഥയായിരിക്കും. അപ്പോൾ ഒരു ടീച്ചറിനെ ഫോക്കസ് ചെയ്ത് ആ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ഫ്രഷ് മൈൻഡ്. നല്ല ഫ്രഷായിട്ടിരുന്ന് പഠിക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് അല്ലേ? അതായത് മക്കളെ, ടഫായിട്ടുള്ള സബ്ജക്ട്സ്, മാത്സ് പോലെ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ നിങ്ങളൊരു ടയേർഡ് ആവുന്നൊരു സമയത്തല്ലാതെ നിങ്ങൾ ഏറ്റവും ഫ്രഷ് ആയിരിക്കുന്നത് എപ്പോഴാണോ ആ സമയത്ത് പഠിക്കുക. അത് ചിലർക്ക് ചിലപ്പോൾ രാവിലെ ആയിരിക്കും, ചിലപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്ന് വൈകുന്നേരം കുടിച്ച് ചായയൊക്കെ കുടിച്ച് ആ സമയത്തായിരിക്കും, ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞൊരു 8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മനസ്സിലാവുന്നത് ആ സമയത്തേക്ക് നിങ്ങൾ ഈ സബ്ജക്റ്റ് മാറ്റി വയ്ക്കുക. ഓക്കെ, ഇനി കീപ് യുവർ കാൽക്കുലേറ്റർ അവേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 1 + 2 = 3 ആണ് അറിയാമായിരിക്കും, പക്ഷേ എന്നാലും വെറുതെ കാൽക്കുലേറ്ററിൽ അടിച്ചു വെക്കുന്നൊരു സ്വഭാവം ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. അത് നിങ്ങളങ്ങ് മാറ്റി വയ്ക്കുക. ഓക്കെ, കാൽക്കുലേറ്റർ ഒഴിവാക്കി നിങ്ങൾ തന്നെ കാൽക്കുലേറ്റർ ചെയ്ത് അങ്ങനെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് ഭാവിയിലേക്കും അത് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുള്ളൂ. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിലും അത് എപ്പോഴും യൂസ് ചെയ്യാതെ ഇരിക്കുക. യെസ്, ഇനി എവ്രി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. മാത്സിൽ എപ്പോഴും പ്രോബ്ലംസ് ആണല്ലേ? ഒരു പ്രോബ്ലം എഴുതൂ എന്നാണ് മിസ് തന്നെ പറയുക.
അപ്പം നമ്മൾ ഇതൊരു പ്രോബ്ലം ആണെന്ന് വിചാരിച്ച് അപ്രോച്ച് ചെയ്യാതെ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ഉണ്ട്, എനിക്ക് അവിടേക്കാണ് എത്തേണ്ടത് എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും മക്കളെ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലെത്തിയിരിക്കും. നിങ്ങൾക്ക് മാത്സ് ഒരു പ്രശ്നമല്ലാതായിരിക്കും. നമ്മളെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ ചെയ്ത് കിട്ടാണ്ടായി വീണ്ടും ചെയ്ത് അങ്ങനെ ഒരു 5-6 വട്ടമൊക്കെ ചെയ്താൽ കറക്റ്റ് ആൻസറിലെത്തുമ്പോൾ ഒരു സന്തോഷം വരാനുണ്ട് പൊന്നു മക്കളെ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും സൊല്യൂഷൻ അപ്രോച്ചഡ് ആയിട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടാനുള്ള മൈൻഡിൽ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ട്രൈ അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്താണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാക്കി പോവുക. പിന്നെ പ്രാക്ടീസ് ബൈ റൈറ്റിംഗ്, എഴുതി തന്നെ പഠിക്കണം. പിന്നെ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് പല സ്ഥലത്തു നിന്നും എല്ലാം കൂടെ കുളമാക്കി വെക്കാതെ ഒരു കൃത്യമായ പാറ്റേൺ ഫോളോ ചെയ്യാൻ ഒരു ടീച്ചറിനെ തന്നെ ഫോളോ ചെയ്ത് പഠിക്കുക. പിന്നെ നല്ല ഫ്രഷ് ആയിരിക്കുമ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവുന്ന സമയത്തേക്ക് ഈ സബ്ജക്റ്റ് മാറ്റി വയ്ക്കുക. പിന്നെ എന്താണ്, കാൽക്കുലേറ്ററിൽ അധികം ഡിപ്പെൻഡ് ചെയ്യാതെ അത് മാറ്റിവെച്ച് കൂടുതൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാ പ്രോബ്ലത്തെയും അപ്രോച്ച് ചെയ്യുക. മക്കളെ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് നിങ്ങളിപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇരട്ടി സ്പീഡിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനും അത് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പഠിക്കാനും നല്ല മാർക്സ് സ്കോർ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പം നിങ്ങളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. 9, 10, +1, +2 പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ ഭാവി കരിയർ അല്ലേ. അപ്പം നോക്കുമ്പോഴത്തേക്കും മാത്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ തുടങ്ങാൻ പറ്റിയ സ്റ്റേജിലാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ ഇത് ഇപ്പോൾ തന്നെ തുടങ്ങുക, ഇന്ന് തന്നെ തുടങ്ങുക. ഓൾ ദ ബെസ്റ്റ്.